ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2023 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ജി കർദ എന്ന ഒരു വെബ് സീരീസിനെ കുറിച്ചിട്ടാണ്. ഈ വെബ് സീരീസിന്റെ കഥ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്കധികം സമയം കളയാതെ നേരെ നമ്മുടെ മൂവിയിലേക്ക് പോവാം. സ്റ്റോറിയുടെ തുടക്കത്തിൽ ഒരു കാർണിവലിന് പങ്കെടുക്കാൻ വേണ്ടി വരുന്ന കുറെ കുട്ടികളെ കാണിക്കുന്നു. ഇവരെല്ലാം ഒരു ഗ്യാങ് ആണ്. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് ആ ഗ്യാങ്ങിലുണ്ടായിരുന്ന നമ്മുടെ നായികനെ 2022 കാലഘട്ടത്തിൽ കാണിക്കുവാണ്. സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ഗ്യാങ് ഉണ്ടല്ലോ, നായികന്റെ ആ ഗ്യാങ്, അതിൽ ശീതൾ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. ഇന്ന് അവളുടെ കല്യാണമാണ്. സോ അതിന് പോകാൻ വേണ്ടിയാണ് നമ്മുടെ നായിക ഇപ്പൊ റെഡിയായി നിൽക്കുന്നത്. നായികന്റെ പേര് ലാവണ്യ എന്നാണ്. അവളിപ്പോ ഋഷഭ് എന്ന് പറയുന്ന അവളുടെ ലവറിന്റെ കൂടെ ഇപ്പൊ പാർട്ടിയിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നു. ഇവനാണ് ഈ സ്റ്റോറിയിലെ നായകൻ. പിന്നെ ഇവര് ലിവിംഗിലാണ്. ഇപ്പൊ നായകന് ആ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഗ്യാങ്ങിലുള്ള ഒരു പയ്യനായിരുന്നു. അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരും പാർട്ടി നടക്കുന്ന റീച്ച് ആവുന്നതായിട്ട് കാണിക്കുന്നു. മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഗ്യാങ്ങിലുള്ള ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പൊ ഈ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. അവരെ പറ്റിയൊക്കെ നമുക്ക് പിന്നീട് പറയാം. അങ്ങനെ ഈ ഫംഗ്ഷനിൽ വെച്ചിട്ട് സമീർ എന്ന് പറയുന്ന കല്യാണ ചക്കനോട് നമ്മുടെ നായകൻ സംസാരിക്കുകയാണ്. അവനോട് സംസാരിക്കുന്ന സമയത്താണ് നായികയുമായിട്ട് കുറെ നാളായിട്ട് അവൻ ലിവിംഗിലാണല്ലോ. സോ ഇനി അവളെ ഇവിടെ വെച്ച് പ്രപ്പോസ് ചെയ്ത് ഒരു കല്യാണത്തിനെ പറ്റിയൊക്കെ ചിന്തിച്ചാലോ എന്ന് നായകൻ ആലോചിക്കുന്നത്. അങ്ങനെ ആ പാർട്ടിക്കിടയിൽ നമ്മുടെ നായികയാണെങ്കിൽ കുറെ മദ്യപിച്ച് ഒരു ടേബിളിന്റെ മുകളിൽ കയറി നിന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ അത് നടത്തണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സ്പീച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവനോട് സമീർ പറയുന്നു, എടാ ഇതാണ് പറ്റിയ ചാൻസ്, നീ ഇപ്പൊ പോയിട്ട് അവളോട് കാര്യം പറ. ഇത് കേട്ട് നമ്മുടെ നായകൻ എന്നാ ശരിയെന്നും പറഞ്ഞുകൊണ്ട് അവന്റെ കൈ കിടന്ന ഒരു റിങ് ഊരി മുട്ടുകുത്തിന്ന് നായകനെ പ്രപ്പോസ് ചെയ്യുന്നു. എന്നിട്ട് നീ പറഞ്ഞ പോലെ നമുക്ക് എത്രയും വേഗം കല്യാണം കഴിക്കാമെന്ന് അവൻ പറയുവാണ്. ആ വെള്ളത്തിന്റെ പുറത്തായതുകൊണ്ട് തന്നെ നമ്മുടെ നായികയാണെങ്കിൽ സന്തോഷത്തോട് കൂടി ആ റിങ് വാങ്ങുന്നു. എന്നിട്ട് ഇപ്പൊ അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ കിസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവരുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ഷാഹിദ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടേക്ക് വരുവാണ്. അങ്ങനെ അവരെല്ലാരും കൂടി ആ പാർട്ടി വീണ്ടും എൻജോയ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത ദിവസം രാവിലെ കാണിക്കുവാണ്. നമ്മുടെ നായിക ഇപ്പോൾ ഉള്ള ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിക്കുന്നു. പെട്ടെന്നൊരു കല്യാണം കഴിക്കാനൊന്നും അവൾക്ക് ആഗ്രഹമില്ല. ഇന്നലെ വെള്ളത്തിന്റെ പുറത്ത് അവനങ്ങനെ പ്രപ്പോസ് ചെയ്തപ്പം അതെല്ലാം അക്സെപ്റ്റ് ചെയ്തു പോയി, അത് മണ്ടത്തരായി പോയി എന്നൊക്കെ നായിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ കാര്യം ആ ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ള അവളൊരു ഫ്രണ്ടായ പ്രീതിനെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം നായിക സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവിടേക്ക് നായകൻ വരുവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൾ കോൾ കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ അവരുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ള ഷാഹിദ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ പറ്റി പറയുന്നുണ്ടായിരുന്നല്ലോ. അയാളെ കാണിക്കുവാണ്. അയാൾ ഒരു സ്കൂളിലെ അധ്യാപകനാണ്. അങ്ങനെ അയാളെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് പ്രിൻസിപ്പാൾ ഒരു ടീച്ചറിനെയും കൂട്ടിക്കൊണ്ടുവരുന്നു. എടോ, ഇവരെനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. ഇനി മുതൽ ഇവര് നമ്മുടെ കൂടെ ഈ സ്കൂളിൽ ഒരു ടീച്ചറായിട്ടുണ്ടാവും. താൻ വേണം ഇവൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. ഇത് കേട്ട അയാൾ ഓക്കെ സാറേ എന്ന് പറയുന്നു. അവരുടെ പേര് ആയത്തെന്നായിരുന്നു. അങ്ങനെ ഇപ്പൊ അവർ അയാളോട് പരിചയപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. അടുത്ത സീനിൽ അതേ സ്കൂളിൽ കൗൺസിലിംഗ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന പ്രീതിനെ കാണിക്കുന്നു. അവളിപ്പോ ആ സ്കൂളിൽ ഒരു പയ്യനെ കൗൺസിലിംഗ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ ഷാഹിദ് ആണെങ്കിൽ ആയത്തിനെയും കൂട്ടിക്കൊണ്ട് അങ്ങനെ നടന്നു വരുവാണ്. ഈ സമയം അവിടെയുള്ള രണ്ട് സെക്യൂരിറ്റികള് ഫോണിൽ എന്തോ വീഡിയോ കണ്ടോണ്ട് നിൽക്കുന്നു. ഈ സമയം ആയത്ത് അവരോട് നിങ്ങൾ ജോലിയൊന്നും എടുക്കാതെ ഇവിടെ എന്ത് കണ്ടോണ്ട് നിൽക്കുവാന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ ഫോണിലേക്ക് ഒന്ന് നോക്കുവാണ്. ഈ സമയത്ത് അതിലെ കാഴ്ച കണ്ട് അയാൾ ഞെട്ടിപ്പോകുന്നു. ഇവരുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങില് അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവനിപ്പോ വലിയ പാട്ടുകാരനാണ്, നല്ലൊരു ഫെയിം ആണ്. അതിനെപ്പറ്റി പറയാനാണെങ്കിൽ അവനൊരു പ്ലേ ബോയ് ആണ്. അവനിപ്പോ ഏതൊരു പെണ്ണുമായിട്ട് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ വെച്ച സമയത്ത് കൈ തട്ടി അങ്ങോട്ട് ലൈവ് ഓൺ ആയി പോയതാണ്. ഇതറിയാതെയാണ് അർജുൻ അവളുമായിട്ട് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഒരുപാട് ആൾക്കാർ ലൈവിലൂടെ കാണുവാണ്. അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് തന്നെ ഷാഹിദ് അവന്റെ ഫോണിലേക്ക് കോൾ ചെയ്തിട്ട് എടാ നിന്റെ ലൈവ് ഓൺ ആയിരിക്കുവാണ്, പെട്ടെന്ന് അത് ഓഫ് ആക്ക്, എല്ലാരും എല്ലാം കാണുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇപ്പൊ ഈ കാര്യം അറിയുന്ന സമയത്ത് അവൻ പെട്ടെന്ന് തന്നെ ലൈവ് എല്ലാം ഓഫ് ആക്കുവാണ്. അടുത്ത സീനിൽ പ്രീതിനെ കാണിക്കുന്നു. അവളിപ്പോ അവളുടെ പെറ്റായ ഡോഗിനെയും കൂട്ടിക്കൊണ്ട് ഒരു വാക്കിങ്ങിനായിട്ട് ഇറങ്ങുവാണ്. അപ്പൊ വഴിയിൽ വെച്ചിട്ട് മെല്ലെന്ന് പറയുന്ന ഒരു വ്യക്തിനെ കാണുന്നു. ഇയാളെ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ളതായിരുന്നു. ഇയാളെ പറ്റി നോക്കുവാണെങ്കിൽ ഇയാൾ ഒരു ഗേ ആണ്. യാവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് അയാളുടെ ഇപ്പത്തെ റിലേഷൻ. അങ്ങനെ ഇപ്പൊ അവനുമായിട്ട് എല്ലാ ദിവസവും പ്രശ്നമാണെന്നൊക്കെയാണ് മെല്ലിവ പ്രീതിയോട് പറയുന്നത്. അങ്ങനെ അവരെ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവിടേക്ക് അവന്റെ പാർട്ണറായ യാവർ വരുന്നു. അങ്ങനെ ഇപ്പൊ ഇവിടെ വെച്ച് എന്തൊക്കെയോ പറഞ്ഞ് അവർ തമ്മിൽ വഴക്കാവുകയാണ്. ഈ സമയത്ത് പ്രീതി പറയാണ്, നിങ്ങളും നിർത്ത്, ഇത് പബ്ലിക് പ്ലേസ് ആണ്, ഇത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വെൽ, നീ എന്റെ കൂടെ വരാൻ പറഞ്ഞിട്ട് ഈ സമയത്ത് അവളാണെങ്കിൽ ഇപ്പൊ അവനെ അവിടെ നിന്ന് വിളിച്ചോണ്ടും പോകുന്നു. ഈ യാവറുമായിട്ട് പ്രീതിക്ക് വലിയ കണക്ഷൻ ഒന്നുമില്ല. ഈ മെല്ലെന്ന് പറയുന്ന വ്യക്തിയാണ് ഇവരുടെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ അവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു സ്ഥലത്തിരുന്ന് കുറച്ചേരം അവനോടൊന്ന് സംസാരിച്ച് അവന്റെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആക്കുന്നു. അടുത്ത സീനിൽ അർജുന്റെ വീട് കാണിക്കുവാണ്. അർജുന്റെ ലൈവിൽ അങ്ങനെ ഒരു വീഡിയോ വന്നുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ അത് കണ്ടായിരുന്നല്ലോ. അവന്റെ അമ്മ ആ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ തിരികെ വന്ന വീട്ടിൽ കയറ്റില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന്റെ അമ്മ. ഈ സമയം പ്രശ്നമൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി അമ്മയോട് സംസാരിക്കാൻ വേണ്ടി അവിടേക്ക് നമ്മുടെ നായകൻ എത്തിയിരിക്കുന്നു. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നമ്മുടെ നായകനാണെങ്കിൽ ആ പ്രശ്നം ഒന്ന് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ അബ്രോഡ് ആയിരുന്ന അർജുൻ ആണെങ്കിൽ ഇപ്പൊ നാട്ടിലേക്ക് എത്തുവാണ്. അവൻ എയർപോർട്ടിൽ എത്തുന്ന സമയം തന്നെ ഒരുപാട് ഫാൻസ് വന്നിട്ട് അവന്റെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ അവൻ വീട്ടിലേക്ക് റീച്ച് ആവുന്നതായിട്ട് കാണിക്കുന്നു. നായകൻ പറഞ്ഞ അമ്മേനെ ഒതുക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും അമ്മയ്ക്ക് ഒരു ചെറിയ ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ ഇപ്പൊ തല്ലാനായിട്ട് ഓടിക്കുകയാണ്. അത് കഴിഞ്ഞ് അവൻ അമ്മേനോട് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മയെന്നൊക്കെ പറഞ്ഞ് സോറി പറഞ്ഞ് അമ്മയുമായിട്ട് കോംപ്രമൈസ് ആവുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നു. അടുത്ത സീനിൽ മെല്ലെന്ന് പറയുന്ന ഗെയിനെ കാണിക്കുന്നു. യാവർ എന്ന് പറയുന്ന പാർട്ണർ അവനുമായിട്ട് വഴക്കുണ്ടാക്കി എന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് മെല്ലിന് യാവർ മെസ്സേജ് അയക്കുവാണ്, എടാ അങ്ങനെ ദേഷ്യം കൊണ്ട് വഴക്കുണ്ടാക്കി പോയതാണ്, നീ എന്നോട് ക്ഷമിക്കണം. അതുപോലെ അവന്റെ ദേഷ്യമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി യാവർ അവന്റെ കുറച്ച് ന്യൂഡ് ഫോട്ടോസ് ലൈവിന് അയച്ചു
കൊടുക്കുന്നു. അടുത്ത സീനിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് കല്യാണം കഴിച്ച സമീറിനെ ശീതളിനെയും കാണിക്കുന്നു. അവരിപ്പോ ഹാളിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീടാണെങ്കിൽ ഒരു ചെറിയ വീടാണ്. 2 റൂമേ ആകെയുള്ളൂ. ഒരു റൂമിൽ സമീറിന്റെ അച്ഛനും അമ്മയും, മറ്റേ റൂമിൽ സമീറിന്റെ ഏട്ടനും ഏട്ടത്തിയും. അതുകൊണ്ട് തന്നെ റൂമില്ലാത്ത ഇവര് ഹാളിലാണ് കിടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ എല്ലാവരും രാത്രി കിടക്കാനായപ്പോ റൂമിൽ കയറി കഥ കളിക്കുന്നു. ഈ സമയം പുതുമോടികളായ സമീർ ശീതളും കൂടി ഹാളിൽ ഇരുന്നുകൊണ്ട് റൊമാൻസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇതേ സമയം തന്നെ ഏട്ടന്റെ ഏട്ടത്തിന്റെ മക്കള് ഇന്ന് സമീറിനെ ശീതളിനെയും കൂടിയാ കിടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കോടി വരുവാണ്. അങ്ങനെ വന്ന് അവരുടെ നടുക്ക് കയറി കിടക്കുന്നു. അങ്ങനെ അവരുടെ പ്രൈവസി നഷ്ടമാവുകയാണ്. അങ്ങനെ ഇപ്പൊ ഇതുകൊണ്ടൊക്കെ എന്തോ പോലെ തോന്നുന്ന ശീതൾ അവനോട് പറയുകയാണ്, ഈ സ്ഥലമില്ലാത്ത വീട്ടിൽ നമ്മൾ ഇനി താമസിക്കണോ? നമുക്ക് വേറൊരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തൂടെ? അച്ഛനും അമ്മേനെ ഏട്ടനെ ഒന്നും വിട്ടു പോകാൻ എനിക്ക് പറ്റില്ല. അതിനെ അവരെ വിട്ടു പോകണമെന്ന് ആരാ പറഞ്ഞേ? ഈ അപ്പാർട്ട്മെന്റിൽ തന്നെ വേറെ ഫ്ലാറ്റുകൾ ഉണ്ടാവില്ലേ? നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് മാറിയ പോരെ? അതൊന്നും ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് അയാളാണെങ്കിൽ അവിടെ കിടക്കുന്നു. ഇതേ സമയം നായകന്റെ നായികന്റെ റൂം കാണിക്കുവാണ്. അവര് ലിവിംഗിലാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ അവര് റൂമിൽ റൊമാൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇതോടുകൂടി ഫസ്റ്റ് എപ്പിസോഡ് തീരുവാണ്. രണ്ടാമത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ അർജുനോട് അവന്റെ സ്പോൺസർ വീഡിയോ കോളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ, നീ അറിയപ്പെടുന്ന ഒരു ഗായകനാണ്. ലൈവിലൂടെ നിന്റെ അങ്ങനത്തെ ഒരു വീഡിയോ പുറത്തു വന്നുകൊണ്ട് നിന്റെ ഡിമാൻഡ് എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നീ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യരുത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് സ്പോൺസർ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ എന്തൊക്കെയോ പറഞ്ഞ് സ്പോൺസറെ ഒതുക്കുന്നുണ്ട്. അടുത്ത സീനിൽ നായികനെ അവളുടെ അമ്മേനെയും കാണിക്കുന്നു. അവൾക്ക് അവളുടെ അമ്മ മാത്രമേ ഉള്ളൂ. അവളിപ്പോ അവളുടെ അമ്മേനെയും കൂട്ടിക്കൊണ്ട് ഒരു ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഇവിടെ വെച്ച് നായകന്റെ ഫാമിലിയുമായിട്ട് ഒരു മീറ്റ് ഉണ്ട്. അങ്ങനെ അടുത്ത സീനിൽ ആ മീറ്റിംഗ് നടക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇവരുടെ കല്യാണത്തിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് രണ്ടു കൂട്ടരും വീട്ടുകാരെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ നായകന്റെ അച്ഛനും അമ്മയും അവരോട് സംസാരിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റൂൾസും റെഗുലേഷൻസ് എല്ലാം പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന നായികയ്ക്കാണെങ്കിൽ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും ചുമ്മാ ഒരു പ്രശ്നമാക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ കൺട്രോൾ ചെയ്യുന്നു. അടുത്ത ദിവസം ഷാഹിത്തിനെയും ആയത്തിനെയും കാണിക്കുന്നു. ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ തമ്മിൽ നല്ല കമ്പനി ആവുകയാണ്. ഈ സമയത്ത് ആയത്ത് അവനോട് പറയുകയാണ്, നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ അർജുൻ എന്ന് പറയുന്ന പാട്ടുകാരൻ? എനിക്ക് അദ്ദേഹത്തിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചാൻസ് കിട്ടുമ്പോൾ നിങ്ങൾ എനിക്ക് അവനൊന്ന് പരിചയപ്പെടുത്തി തരണം. പിന്നെന്താ, തീർച്ചയായിട്ടും പരിചയപ്പെടുത്തി തരാമെന്ന് ഈ സമയത്ത് ഷാഹിത്ത് പറയുന്നു. അടുത്ത സീനിൽ നായകനെ കാണിക്കുകയാണ്. നായകന് സ്വന്തമായിട്ട് ഒരു ഹോട്ടലുണ്ട്. അങ്ങനെ ഇപ്പൊ അവിടെ ഇരിക്കുന്ന നായകനാണെങ്കിൽ നായികയ്ക്ക് മെസ്സേജ് അയക്കുന്നു. എടി, നമ്മുടെ മാരേജ് ഫംഗ്ഷൻ നടത്താനായിട്ട് ഒരു ഹോൾ നോക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? നീ നോക്കിയിട്ടുണ്ടായിരുന്നോ? എടാ, ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി നോക്കിയടാ. നമ്മൾ പറയുന്ന ആ ഡേറ്റില് ഹോള് കിട്ടും തോന്നുന്നില്ല. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ പേടിക്കണ്ട, നമുക്ക് അർജുനെ കൊണ്ടൊന്ന് സംസാരിപ്പിച്ച് നോക്കാം. അവൻ വലിയ സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അവൻ സംസാരിച്ച് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നായിക ഈ സമയത്ത് കോള് കട്ട് ചെയ്യുന്നു. അങ്ങനെ അന്ന് ഈവനിങ് അവർ രണ്ടുപേരും കൂടി പോയിട്ട് അർജുനോട് ആ കാര്യം സംസാരിക്കുന്നു. ശരി, ഞാൻ ട്രൈ ചെയ്യാന്ന് ഈ സമയത്ത് അർജുനും പറയുന്നു. അത് കഴിഞ്ഞ് അവർ 3 പേരും കൂടി കുറച്ചു നേരം സംസാരിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈ സമയത്ത് അവരുടെ ഒരു പഴയ ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ തുടങ്ങുവാണ്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നായികയ്ക്ക് അർജുനായിരുന്നു ഇഷ്ടം. ആ സമയത്ത് അവർക്ക് വേണ്ട ഹെൽപ്പുകളെല്ലാം ചെയ്തു കൊടുത്ത് ഒരു ഹംസത്തിനെ പോലെ നിന്നുകൊണ്ടിരുന്ന ആളായിരുന്നു നമ്മുടെ നായകൻ. അർജുൻ ഇന്നത്തെ പോലെ തന്നെ അന്ന് ഒരു റോക്ക് സ്റ്റാർ തന്നെയായിരുന്നു. എല്ലാ പെൺകുട്ടികൾക്കും അവനെ ഇഷ്ടമായിരുന്നു. നായിക അവനെ സ്നേഹിച്ചുകൊണ്ടിരുന്ന അതേ സമയം തന്നെ പ്രീതി ഉണ്ടല്ലോ, അവൾക്കും അവനെ ഇഷ്ടമായിരുന്നു. നീ അർജുന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? നീ അർജുനോടൊന്ന് സംസാരിച്ച് എനിക്ക് അവനെ ഒന്ന് മുട്ടിച്ചു തരണമെന്ന് പ്രീതി വന്ന് പറയുന്നത് നായകനോട് തന്നെയായിരുന്നു. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് എല്ലാം കട്ടായി ഇപ്പൊ പ്രസന്റിലേക്ക് വരുന്നു. ഇന്ന് അർജുന്റെ വക ഒരു പാർട്ടി ഉണ്ട്. അതിന് ആ പഴയ ഫ്രണ്ട്സ് ഗ്യാങ്ങിനെ മുഴുവൻ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഷാഹിദും പ്രീതി ഒരേ സ്കൂളിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രീതിനെ വിളിച്ച കാര്യം പറയുകയാണ്. ഷാഹിദിനെ വിളിച്ചോണ്ട് വരണമെന്നും പറയുന്നു. അങ്ങനെ ഇപ്പൊ പ്രീതി ഈ കാര്യം ഷാഹിദിനെ അറിയിക്കുകയാണ്. അങ്ങനെ അടുത്ത സീനിൽ ആയത്തിനെ കണ്ട് ഷാഹിദ് പറയാണ്, നിനക്ക് അർജുനെ ഒന്ന് പരിചയപ്പെടുത്തി തരണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇന്ന് അതിനുള്ളൊരു അവസരമുണ്ട്, നീ എന്റെ കൂടെ പോരെ. ഇത് കേട്ട് അവൾ ഒരുപാട് സന്തോഷിക്കുന്നു. ഞാൻ റെഡിയാണെന്നൊക്കെ പറയുകയാണ്. ഇതേ സമയത്ത് അർജുനെ കാണിക്കുന്നു. അവനിപ്പോ ഒരു ഹോട്ടൽ റൂമിൽ 2 പെണ്ണുങ്ങളോടൊപ്പം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനൊരു പ്ലേ ബോയ് ആണെന്ന് ഓൾറെഡി പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ സീനോട് കട്ടായിട്ട് അന്ന് ഈവനിങ് ആ പ്രോഗ്രാം കാണിക്കുന്നു. അതായത് അർജുന്റെ ആ പാർട്ടി കാണിക്കുകയാണ്. അവൻ വിളിച്ചുകൊണ്ട് തന്നെ അവന്റെ എല്ലാ ഫ്രണ്ട്സും അവിടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് അവർ ആ പാർട്ടി എൻജോയ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ആ പാർട്ടിക്കിടയിൽ വെച്ചിട്ട് ഷാഹിദ് അർജുന് ആയത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ ഇപ്പൊ കുറെ നേരം ആയത്തിനോട് അവൻ സംസാരിക്കുകയാണ്. അതിന് ഷാഹിദ് അർജുനോട്, എടാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ച് മാറ്റി നിർത്തി. അവളെ അവന് ഇഷ്ടമാണ്, അവളെ പ്രണയിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. എടാ, എന്നാ ഈ കാര്യം നേരത്തെ പറയണ്ടേ? വേണ്ട ഹെൽപ്പുകളെല്ലാം ഞാൻ ചെയ്തു തരാമെന്നും പറഞ്ഞുകൊണ്ട് അർജുൻ ഇപ്പൊ അവനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ആയത്തിനോട്, ഇവൻ ചെറുപ്പം മുതലേ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഫ്രണ്ടായോണ്ട് പറയുന്നതല്ല, ഇവൻ വളരെ നല്ലൊരാളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവനെ ബൂസ്റ്റ് ചെയ്ത് മാക്സിമം സംസാരിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ആയത്തിന് ഒരുപാട് സന്തോഷം വരുന്നു. കാരണം അവൾക്ക് ഉള്ളിൽ അവനോട് ഇഷ്ടമുണ്ട്. അങ്ങനെ ആ പാർട്ടിയെല്ലാം കഴിഞ്ഞിട്ട് അർജുനോടൊപ്പം ഇരിക്കുന്ന പ്രീതിനെ കാണിക്കുന്നു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും പ്രീതിക്ക് ഇവനോട് ഒരു താല്പര്യം ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ആ താല്പര്യം ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് ഈ സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എടാ നീ കല്യാണം കഴിക്കാനൊന്നും നോക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവള്. എന്റെ ലൈഫ് സ്റ്റൈലിന് കല്യാണം ഒന്നും ശരിയാവില്ല എന്ന് ഈ സമയത്ത് അവൻ പറയുന്നു. പ്രീതിയാണെങ്കിൽ ആ പാർട്ടിയിൽ ഒരുപാട് മദ്യപിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സമയത്ത് അവൾക്കാണെങ്കിൽ ഛർദ്ദിക്കാൻ വരുവാണ്. അങ്ങനെ അവൾ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് ഛർദ്ദിക്കുന്നു. തിരുക്കത്തിൽ അവൾ വന്ന് കയറിയത് ജെൻസിന്റെ ടോയ്ലറ്റിലായിരുന്നു. സോ ഇപ്പൊ അവിടേക്ക് കൃഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി വരുവാണ്. ഇയാളൊരു ഫിലിം ആക്ടറാണ്. അങ്ങനെ ഇപ്പൊ പ്രീതി വോമിറ്റ് എല്ലാം ചെയ്ത് ആകെ വയ്യാത്ത അവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് കൃഷി ഇപ്പൊ അതെല്ലാം കണ്ട് അവളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതേ സമയം തന്നെ പാർട്ടി കഴിഞ്ഞ് നമ്മുടെ നായകനും നായികയും അതുപോലെ ഷായത്തും ആയത്തും അർജുനും ഒക്കെ അവിടെ നിന്ന് പോകുന്നതായിട്ട് കാണിക്കുന്നു. അടുത്ത സീനിൽ ആയത്തിനെയും കൂട്ടിക്കൊണ്ട് ഷായത്ത് അവിടുത്തെ ബീച്ചിലേക്ക് വരുവാണ്. കുറച്ചേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് പോവാന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ ഇരുന്ന് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ഷായത്ത് അവളുടെ കൈയിന്റെ മേലെ കൈ വെക്കുവാണ്. അങ്ങനെ ഈ സമയത്ത് പെട്ടെന്ന് തന്നെ അവർ ആ ഒരു ഫീലിംഗ്സിലേക്ക് എത്തുന്നു. അങ്ങനെ ഇപ്പോൾ അവിടെ വെച്ച് അവർ കിസ് ചെയ്യുന്നതായിട്ടും കാണിക്കുവാണ്. അടുത്ത സീനിൽ സമീറിനെയും ശീതളിനെയും കാണിക്കുന്നു. ആ ചെറിയ ഫ്ലാറ്റിൽ അവർക്ക് ഒരു പ്രൈവസി കിട്ടാത്തതുകൊണ്ട് തന്നെ വാഷ്റൂമിലൊക്കെ കയറിയാണ് അവർ റൊമാൻസ് ചെയ്യുന്നത്. അടുത്ത സീനിൽ കൃഷിനെ കാണിക്കുന്നു. നേരത്തെ വയ്യാതിരുന്ന പ്രീതിനെയും കൂട്ടിക്കൊണ്ട് അവൻ അവന്റെ വീട്ടിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ അവിടെ എത്തി കുറെ നേരം കഴിഞ്ഞ് പ്രീതി ഒന്ന് ഓണാവുന്നു. ഈ സമയത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൃഷി അവനോട് സംസാരിക്കുന്നു.
കാണിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെടുന്നു. അങ്ങനെ ഒരു മൊമെന്റിൽ അവർ തമ്മിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ്സ് തോന്നി കിസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അതിന് അവിടെ വെച്ച് രണ്ടുപേരും ഫിസിക്കൽ റിലേഷനിലും ഏർപ്പെടുവാണ്. ഈ സമയത്താണ് സെക്കൻഡ് എപ്പിസോഡ് തീരുന്നത്. മൂന്നാമത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ ഇവർ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരു ടൂർ പോയതായിട്ട് കാണിക്കുന്നു. അങ്ങനെ രാത്രി ക്യാമ്പ് ഫയറിന്റെ സമയത്ത് അവരെല്ലാരും കൂടിയിട്ട് ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിക്കുവാണ്. അങ്ങനെ നായകന്റെ ചാൻസ് വരുമ്പോൾ അവർ നായകന് ചലഞ്ച് കൊടുക്കുവാണ് ഏതെങ്കിലും ഒരു പെണ്ണിനെ കിസ് ചെയ്യാൻ. നായകന്റെ മനസ്സിൽ ആ സമയത്ത് നായികയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നായകനാണെങ്കിൽ നായകനെ കിസ് ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നാൽ നായിക അത് പറ്റില്ല എന്ന് പറയുവാണ്. കാരണം ആ സമയത്ത് അവൾക്കാണെങ്കിൽ അവനോട് ഒരു താല്പര്യമില്ലായിരുന്നു. അവളുടെ മനസ്സിൽ മുഴുവൻ അർജുനായിരുന്നു. സോ അവൾ അതിന് സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ ശരി അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരളവ് തരാം, നീ നിനക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞാലും മതിയെന്ന് ഈ സമയത്ത് ഫ്രണ്ട്സ് പറയുന്നു. അങ്ങനെ നായകൻ ആ സമയത്തും നായികനെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ അടുത്ത ദിവസം നായകനോട് പ്രീതി വന്ന് പറയുകയാണ്, ഇടി നിന്റെ മനസ്സിൽ ഇപ്പോഴും അർജുനാണല്ലേ? ഇത് കേട്ട നായിക അതെ എന്ന് പറയുന്നു. അപ്പൊ പ്രീതി പറയുവാണ്, അവനെങ്ങനെ നിന്നോട്? അവനും എന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു, എന്നോട് നന്നായിട്ടൊക്കെയാണ് പെരുമാറുന്നത്. എന്നാ നിനക്ക് തെറ്റി മോളെ, അവൻ എല്ലാ പെണ്ണുങ്ങളോടും അങ്ങനെ തന്നെയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നീ അവിടെ ഒന്ന് പോയി നോക്ക്, അവൻ ആ ഒരു പെണ്ണിനോട് കൊഞ്ചി കുഴഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രീതി പറയുന്ന കാര്യം കേട്ടപ്പോഴേക്കും നായിക പെട്ടെന്ന് നോക്കാൻ വേണ്ടി അവിടേക്ക് ചെല്ലുവാണ്. അങ്ങനെ അവിടെ പോയി നോക്കുന്ന സമയത്ത് അവള് പറഞ്ഞ പോലെ തന്നെ അവനൊരു പെണ്ണിനോട് കൊഞ്ചി കുഴഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഈ ഒരു കാഴ്ച കണ്ട് നമ്മുടെ നായിക ഭയങ്കര അപ്സെറ്റ് ആവുന്നു. ഒരു സ്ഥലത്ത് വെച്ച് പൊട്ടി കരയുകയാണ്. ഈ സമയം ഇതെല്ലാം അറിഞ്ഞ് അവിടേക്ക് നായകൻ വന്നാണ് അവളെ സമാധാനിപ്പിക്കുന്നത്. എടാ അവൻ ഇങ്ങനത്തെ ഒരാളാണെന്ന് നിനക്ക് നേരത്തെ തന്നെ അറിയത്തില്ലായിരുന്നോ? എന്നിട്ട് നീ എന്താ എന്നോട് ഇതുവരെ അത് പറയാത്തത്? അവനെപ്പറ്റി ഞാൻ എങ്ങനെയാ മോശമായിട്ട് സംസാരിക്കുന്നേ? അങ്ങനെ പറയാൻ എനിക്ക് കഴിയാത്തോണ്ടാന്ന് ഈ സമയത്ത് അവൻ പറയുന്നു. അങ്ങനെ അവളുടെ വിഷമമെല്ലാം നമ്മുടെ നായകൻ പറഞ്ഞു തീർക്കുവാണ്. അങ്ങനെയാണ് പിന്നീട് അവർ തമ്മിൽ സെറ്റ് ആവുന്നത്. അങ്ങനെ അന്ന് തുടങ്ങിയ ബന്ധം ഇപ്പോഴൊരു കുഴപ്പമില്ലാതെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ അവരുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ഒരു പെണ്ണായിരുന്നല്ലോ ശീതള്. എന്നാൽ സമീർ അവരുടെ ഗ്യാങ്ങിലുള്ള ആളല്ലായിരുന്നു. പുറത്തു വെച്ച് കണ്ടാണ് അവർ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചത്. അങ്ങനെ അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ വിഷ്വൽസും അവരിഷ്ടമായ വിഷ്വൽസ് എല്ലാം ഈ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാട്ടിത്തരുന്നുണ്ട്. അതുപോലെ അവരുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന മെല്ല് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, അവന് ചെറുപ്പത്തിൽ തന്നെ ആ ഗേ ഫീലിംഗ്സ് ഉണ്ടായിരുന്നു. പ്രസന്റ്ലി ഇപ്പോൾ അവൻ യാവറുമായിട്ട് സെറ്റ് ആണല്ലോ. യാവറുമായിട്ടുള്ള അവന്റെ ബന്ധം സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി മെല്ല് ഒരുപാട് ശ്രമിക്കുമായിരുന്നെങ്കിലും യാവറാണ് പലപ്പോഴും അങ്ങനെ വഴക്കുണ്ടാക്കുന്നത്. ഈ യാവർ വേറൊരു സ്റ്റേറ്റിൽ താമസിക്കുന്ന ആളാണ്. മെല്ലുമായിട്ട് സന്തോഷിക്കാൻ വേണ്ടി ആഴ്ചയിലൊന്നൊക്കെ അവൻ ഇവിടേക്ക് വരും. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത സീനിൽ അന്ന് മീറ്റ് ചെയ്തപോലെ തന്നെ നായകന്റെ നായികന്റെ ഫാമിലി ഒരുമിച്ച് വീണ്ടും മീറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഈ സമയത്ത് അന്ന് പറഞ്ഞല്ലേ നായകന്റെ അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഡിമാൻഡ്സ് എല്ലാം പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മീറ്റ് ചെയ്തപ്പം അവർ ഇതേപോലെ ഒരുപാട് റൂൾസും റെഗുലേഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ നായിക പ്രശ്നം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതെല്ലാം കേട്ടിരുന്നു. എന്നാൽ ഇപ്പൊ അവർ വീണ്ടും ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നായികയ്ക്കാകെ കൺട്രോൾ പോവുകയാണ്. അങ്ങനെ അതൊന്നും എനിക്ക് സാധിക്കില്ല എന്ന് ഈ സമയത്ത് നായിക തുറന്നു പറയുന്നു. പാരന്റ്സിനോട് നായിക ഈ സമയത്ത് അങ്ങനെ റൂഡായിട്ട് പെരുമാറിയോണ്ട് തന്നെ നായകൻ അവളുമായിട്ട് വഴക്കാവുകയാണ്. അങ്ങനെ അവിടുന്ന് തിരികെ പോകുന്ന സമയത്ത് നായകൻ ഒരു അക്ഷരം പോലും അവളോട് മിണ്ടുന്നില്ല. അവൻ മിണ്ടാത്തോണ്ട് തന്നെ അവളും മിണ്ടുന്നില്ല. അടുത്ത സീനിൽ ഷാഹിത്തിനെ ആയത്തിനെയും കാണിക്കുന്നു. അവർ രണ്ടുപേരും കൂടി ഇപ്പോൾ ഒരു സിനിമയ്ക്ക് വന്നിരിക്കുകയാണ്. അവരുടെ ആ പ്രണയമൊക്കെ ഓക്കെ ആയി, അവരിപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിഞ്ഞു പോവാണെന്നൊക്കെയാണ് ഇത് കാണിക്കുന്നത്. അങ്ങനെയിരിക്കുന്നൊരു ദിവസം അവരുടെ സ്കൂളിലുള്ള ആ പ്രിൻസിപ്പൾ ഉണ്ടല്ലോ, അയാൾ ഷാഹിത്തിനെ വിളിച്ച് ചൂടാവുകയാണ്. ആയത്തുമായിട്ടുള്ള നിന്റെ ബന്ധമെല്ലാം എനിക്ക് മനസ്സിലായി, നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണല്ലേ? അവൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലായിരുന്നോ? താനിവിടെ നന്നായിട്ട് ഡ്യൂട്ടി എടുക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. ഇവ പ്രണയമൊക്കെ വന്നുകൊണ്ടായിരിക്കും താനിപ്പോ പല ദിവസവും ലീവ് എടുത്തു പോകുന്നത്. ഇനി ഇങ്ങനെ ആവർത്തിക്കാനാ ഭാവമെങ്കിൽ തന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നൊക്കെ പറഞ്ഞ് ഈ സമയത്ത് പ്രിൻസിപ്പാൾ ആണെങ്കിൽ അവനെ ഒന്ന് പേടിപ്പിക്കുന്നു. ഇനി അങ്ങനെ ഉണ്ടാവില്ല സാറേ, സോറി എന്നൊക്കെ പറഞ്ഞ് ഈ സമയത്ത് ഷാഹിദ് ആണെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് വരുവാണ്. എന്നിട്ട് ആയത്തിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. പ്രിൻസിപ്പാൾ എന്തെങ്കിലും പറയട്ടെ, അതൊന്നും നമ്മൾ കാര്യമാക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് ആയത്താണെങ്കിൽ അവിടെ വെച്ച് അവനെ കിസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അടുത്ത സീനിൽ നായികനെ കാണിക്കുവാണ്. നായിക കഴിഞ്ഞ പ്രാവശ്യം നായകന്റെ പാരന്റ്സിനോട് അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നെങ്കിലും അവരതൊന്നും വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോളിന്റെ കാര്യത്തിന് വേണ്ടി അർജുൻ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ അതിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി നായികയാണെങ്കിൽ അവനെ കോൾ ചെയ്യുന്നു. ഓ നമ്മളത് വിട്ടുപോയായിരുന്നു അല്ലേ, ഒരു കാര്യം ചെയ്യുന്നു നമുക്ക് പോവാം, നീ റെഡി ആയിട്ടിരുന്നു, ഞാൻ വരാമെന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് അവൻ കോൾ കട്ട് ചെയ്യുന്നു. അടുത്ത സീനിലെ ശീതളിനെ കാണിക്കുവാണ്. അവളുടെ ഭർത്താവായ സമീർ ആണെങ്കിൽ ഒരു ബേക്കറി കടയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പൊ അവൾ അവിടേക്ക് വന്നിട്ട് എടാ നമുക്ക് ഇന്നൊരു സിനിമയ്ക്ക് പോയാലോ എന്നൊക്കെ ചോദിക്കുന്നു. സോറി കടയിൽ നിന്ന് കുറച്ച് തിരക്കാണ്, എനിക്ക് ഇവിടുന്ന് മാറാൻ കഴിയില്ല എന്നും പറഞ്ഞ് അവളെ ഇപ്പൊ അവൻ അവിടെ നിന്ന് പറഞ്ഞയക്കുവാണ്. പിണങ്ങിയാണ് ഈ സമയത്ത് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അടുത്ത സീനിൽ നായിക പറഞ്ഞ പോലെ ആ ഹോളിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി അർജുൻ അവിടേക്ക് വന്ന് അവളെ പിക്ക് ചെയ്ത് ആ സ്ഥലത്തേക്ക് എത്തുവാണ്. നായിക എന്ന് ചോദിച്ചപ്പോൾ ഹാളില്ല എന്നല്ലേ അവർ പറഞ്ഞത്. അർജുനെ കൊണ്ടുവന്ന് ചോദിപ്പിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടുമെന്ന് അവർക്ക് അറിയായിരുന്നു. സോ ഇപ്പൊ അവർ പ്ലാൻ ചെയ്തപോലെ തന്നെ അർജുൻ വന്ന് ചോദിച്ച സമയത്ത് ആ ഹോള് കൊടുക്കാന്ന് അവർ പറയുകയാണ്. അങ്ങനെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയതുകൊണ്ട് തന്നെ നായകനെ വിളിച്ച് അവർ ആ കാര്യം അറിയിക്കുകയാണ്. അങ്ങനെ ഹാള് കിട്ടിയെന്ന് അറിയുന്ന സമയത്ത് നായകനെ ഹാപ്പി ആവുന്നു. അടുത്ത സീനിൽ പ്രീതിനെ കാണിക്കുകയാണ്. അവളിപ്പോ കൃഷ്ണനെ കാണാൻ വേണ്ടി അവന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവനിപ്പോ ഷൂട്ടിംഗിലായതുകൊണ്ട് തന്നെ ക്യാരവാനിൽ വെയിറ്റ് ചെയ്യാൻ പറയുവാണ്. അങ്ങനെ അവളോട് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഷൂട്ടിംഗിന്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ അവളെ കാണാൻ വേണ്ടി ക്യാരവാനിലേക്ക് അവൻ വരുവാണ്. അങ്ങനെ ഇപ്പൊ അവിടെ വെച്ച് അവളുമായിട്ട് റൊമാൻസ് എല്ലാം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അടുത്ത സീനിൽ നായകന്റെ നായികന്റെ റൂം കാണിക്കുവാണ്. നായിക തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വരണമെന്ന് നായകൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അവന് ഇഷ്ടമുള്ള ഫ്ലേവർ വാങ്ങാതെ നായിക അവൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ വാങ്ങിക്കൊണ്ട് വരുവാണ്. സോ ഇപ്പൊ ഈ കാര്യം പറഞ്ഞിട്ട് അവർ തമ്മിൽ ചെറിയ വഴക്കാവുന്നു. ഈ സമയം നായിക അവിടെ നിന്ന് പിണങ്ങി മാറി ബാൽക്കണി വന്ന് നിന്ന് അർജുനുമായിട്ട് ചാറ്റ് ചെയ്യുവാണ്. ഇപ്പൊ നായകനുമായിട്ട് ഉണ്ടാക്കിയ വഴക്കിനെ പറ്റിയെല്ലാം അവൾ ഈ സമയത്ത് ഷെയർ ചെയ്യുന്നു. എന്നിട്ട് അവൾ അർജുനോട് ചോദിക്കുവാണ്, എടാ നിനക്കെന്താ തോന്നുന്നേ, അവനെ കല്യാണം കഴിച്ച ഫ്യൂച്ചറിൽ ഞാൻ കഷ്ടപ്പെടുവോ? ഒരിക്കലും ഇല്ലടി, പുറമെ കാണുന്ന ഈ ചൂടൊക്കെ ഉള്ളൂ, അവനൊരു പാവാണ്. അതിൽ നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ ഒന്ന് അവനെ പോയി നോക്ക്. നീ കൊണ്ടുവന്ന ഐസ്ക്രീം നല്ല രുചിയോട് കൂടി അവനിപ്പോ കഴിക്കുന്നുണ്ടാവും. ഇത് കേട്ട നായിക അവനെ ഒന്ന് പോയി നോക്കുവാണ്. അർജുൻ പറഞ്ഞ പോലെ തന്നെ അവൾ കൊണ്ടുവന്ന ഐസ്ക്രീം അവന് ഇഷ്ടമല്ലാത്ത ഫ്ലേവർ ആയിരുന്നെങ്കിലും അവൾ കൊണ്ടുവന്നുകൊണ്ട് തന്നെ അവനത് രുചിയോട് കൂടി കഴിക്കുന്നതായിട്ട് കാണുവാണ്. അങ്ങനെ അവൾക്ക് സന്തോഷമാവുകയാണ്. അങ്ങനെ
അങ്ങനെ നീ പറഞ്ഞത് ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് അവൾ അവന് മെസ്സേജ് അയക്കുന്നു. ഇതോടുകൂടി തേർഡ് എപ്പിസോഡും തീരുവാണ്. നാലാമത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ മെല്ലിനെയാണ് കാണിക്കുന്നത്. അവനിപ്പോ അവന്റെ അമ്മേനെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ അമ്മേനെ വന്ന് കാണുന്നു. അവന്റെ അമ്മയ്ക്ക് അവന്റെ ബോയ് ഫ്രണ്ടിനെ പറ്റി എല്ലാം അറിയാം. അങ്ങനെ ഇപ്പൊ അമ്മ അവനെ പറ്റി എല്ലാം ചോദിക്കുകയാണ്. വരാന്ന് പറഞ്ഞതായിരുന്നു, പക്ഷെ ഞങ്ങൾ തമ്മിൽ ചെറിയ വഴക്കായി, അതുകൊണ്ട് വന്നില്ല എന്ന് ഈ സമയത്ത് അവൻ പറയുവാണ്. ശരി പോട്ടെ, സാരമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് അവന്റെ അമ്മയാണെങ്കിൽ അവനെ സമാധാനിപ്പിക്കുന്നു. അടുത്ത സീനിൽ ഒരു പ്രോഗ്രാം കാണിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ നമ്മുടെ നായികന്റെ അമ്മയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഇത് കാണാൻ വേണ്ടി നായകനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ ആ പ്രോഗ്രാം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ സ്റ്റേജിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നായികന്റെ അമ്മ മയങ്ങി വീഴുവാണ്. അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് നായകനും നായികയും കൂടി കൂടിയിട്ട് അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നു. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുന്നത് അവരുടെ ഗർഭപാത്രത്തിൽ ഒരു മുഴയുണ്ട്. സോ എത്രയും പെട്ടെന്ന് അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണം. ഇത് കേട്ട നായിക അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തോളാനും പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞു പോവാണ്. ഇപ്പൊ നമ്മുടെ നായികയും ബാക്കി ഫ്രണ്ട്സ് ഗ്യാങ് എല്ലാരും കൂടി കൂടിയിട്ട് ഒരു പാർട്ടിയിൽ വെച്ച് മീറ്റ് ചെയ്യുവാണ്. ഈ സമയത്ത് നായികനോട് അവരെല്ലാരും എങ്ങനെ പോകുന്നു നിങ്ങളുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എന്ന് ചോദിക്കുന്നു. എന്ത് പറയാൻ, ഇവന്റെ ഫാമിലിയാണ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നായിക അന്നത്തെ കാര്യം മീൻ ചെയ്ത് പറയുന്ന സമയത്ത് നായകൻ ഇത് കേട്ട് ദേഷ്യം വരുന്നു. അങ്ങനെ നായകൻ അവളോട് ആർഗ്യൂ ചെയ്യാൻ തുടങ്ങുവാണ്. അങ്ങനെ അവർ തമ്മിൽ വീണ്ടും കശപിശയാവുന്നു. അതിനൊടുവിൽ നായകനും നായികയും പിണങ്ങി അവിടെ നിന്ന് ഇറങ്ങിയും പോവുകയാണ്. സോ ഈ ഒരു കാര്യം നടന്നുകൊണ്ട് ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരുപാട് വിഷമിക്കുന്നു. അടുത്ത സീനിൽ പ്രീതിനെ കാണിക്കുകയാണ്. അവളിപ്പോ കൃഷിന്റെ കൂടെ ഒരു ഡേറ്റിംഗിന് പോകുന്നു. കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ അയാൾ കാർ ഓടിക്കുന്നതിലൊന്നും ശ്രദ്ധിക്കാതെ അവളോട് സംസാരിച്ച് റൊമാൻസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ വഴിയിലൂടെ വരുന്ന ഒരു പട്ടീനെ ആ കാർ ഇടിക്കുകയാണ്. പ്രീതി ഒരു മൃഗസ്നേഹിയാണ്, പ്രത്യേകിച്ച് ഈ പട്ടികൾ എന്നൊക്കെ പറഞ്ഞ അവൾക്ക് ജീവനാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡോർ തുറന്ന് അവൾ പുറത്തിറങ്ങുന്നു. എന്നിട്ട് ആ പട്ടീനെ എടുക്കുവാണ്. കൃഷ്, നമുക്ക് എത്രയും വേഗം ഈ പട്ടീനെ ആശുപത്രിയിൽ എത്തിക്കണം, ഇതിന്റെ കാലിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇങ്ങനെയല്ല അവൾ പറയുന്ന സമയത്ത് പിന്നെ ഈ കൊടിച്ചു പട്ടീനെ ഞാൻ എന്റെ വണ്ടി കയറ്റാൻ പോവല്ലേ, നീ പോയി നിന്റെ പണി നോക്കുന്നു ഈ സമയത്ത് അവൻ പറയുന്നു. ഇത് കേൾക്കുന്ന പ്രീതി ഈ സമയത്ത് അവനോട് വഴക്കുണ്ടാക്കി പിണങ്ങി അവിടുന്ന് പോരുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത സീനിൽ മെല്ലിനെ അവന്റെ ബോയ് ഫ്രണ്ടിനെയും കാണിക്കുന്നു. ഈ സമയത്ത് അവന്റെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ അവിടുന്ന് ബാഗെല്ലാം പാക്ക് ചെയ്ത് പോകാൻ തുടങ്ങുവാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നീ ഇപ്പൊ എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറുള്ളൂ, ഇങ്ങനെ പോയാൽ നമ്മുടെ റിലേഷൻ അധികം നാൾ നീണ്ടുപോകില്ല എന്നൊക്കെ മെല്ല് പറയുവാണ്. ഈ സമയത്ത് അവർ തമ്മിലൊരു ആർഗ്യുമെന്റ് ആവുന്നു. അവസാനം അതൊരു വഴക്കിലേക്ക് എത്തുവാണ്. ആ വഴക്കിനൊടുവിൽ അവർ തമ്മിൽ റൊമാൻസ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറെ നേരം കഴിയുമ്പോൾ ബോയ് ഫ്രണ്ട് ബാഗ് എല്ലാം എടുത്ത് അവിടുന്ന് പോകുന്നതായിട്ടും കാണിക്കുവാണ്. ഈ സമയത്ത് മെല്ലെ ഒരുപാട് വിഷമിച്ച് കിടക്കുന്നതായിട്ട് കാണിക്കുന്നു. അടുത്ത സീനിൽ അവരുടെ ഫ്രണ്ട്സ് ഗ്യാങ് മുഴുവൻ അർജുന്റെ വീട്ടിലൊത്തുകൂടുവാണ്. അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ കൃഷ് എന്ന് പറയുന്ന ആക്ടർ ഏതോ ഒരു പെണ്ണുമായിട്ട് ഡേറ്റിംഗിലാണെന്ന് കേട്ടല്ലോ, അവളെ പറ്റി അറിയാവോ എന്നൊക്കെ അവർ തമ്മിലിങ്ങനെ ചോദിക്കുവാണ്. ആ പെണ്ണ് പ്രീത എന്നുള്ള കാര്യം ഇവർക്ക് ആർക്കും അറിയത്തില്ല. പ്രീതി ഈ സമയത്ത് കൂടെ ഉണ്ടെങ്കിലും അവൾ ഒന്നും മിണ്ടുന്നില്ല. ഇതേ സമയത്ത് തന്നെ കൃഷിന്റെ ഫോണിൽ നിന്ന് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. ഇന്നലെ നടന്ന കാര്യത്തിന് സോറി പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞ് അവിടെ വെച്ച് അവരെല്ലാരും കൂടി കൂടിയിട്ട് ഒരു ഫോട്ടോ എല്ലാം എടുക്കുന്നതായിട്ട് കാണിക്കുന്നു. അടുത്ത സീനിൽ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശീതളിനെയും സമീറിനെയും കാണിക്കുവാണ്. വീട്ടിൽ അവർക്ക് ഒട്ടും പ്രൈവസി കിട്ടാത്തതുകൊണ്ട് അവരിപ്പോ ഒരു ഹോട്ടൽ റൂമെല്ലാം എടുത്തിട്ടാണ് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനിടയ്ക്ക് അവന്റെ അച്ഛനാണെങ്കിൽ അവനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് പെട്ടെന്ന് കടയിലേക്ക് വരാൻ പറയുവാണ്. ഇവിടെ ഞങ്ങൾക്ക് സമാധാനം തരില്ലല്ലോ എന്ന് ഈ സമയത്ത് ശീതൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആ സീനോടെ കെട്ടായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞു പോവാണ്. മെല്ലിപ്പ രാത്രി കുറച്ച് ലേറ്റ് ആയി വീട്ടിലേക്ക് എത്തുവാണ്. ഈ സമയം അവന്റെ ബോയ് ഫ്രണ്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ രണ്ടുപേരും കൂടി കുറച്ചു നേരം അവിടെ സംസാരിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് മെല്ലിന്റെ ബോയ് ഫ്രണ്ട് പറയുകയാണ്, എടാ എനിക്ക് വീട്ടിൽ പെണ്ണ് ആലോചിക്കുന്നുണ്ടെന്ന്. ഇത് കേൾക്കുന്ന മെല്ല് ആകെ ഷോക്ക് ആവുന്നു. നീ എന്തൊക്കെയാ പറയുന്നേ, നമ്മൾ തമ്മിലുള്ള ബന്ധമെല്ലാം നിനക്ക് വീട്ടിൽ പറഞ്ഞുകൂടായിരുന്നോ? ഈ കാര്യങ്ങളെല്ലാം മെല്ലെ കുറച്ച് ദേഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുന്ന അവന്റെ ബോയ് ഫ്രണ്ടിനാണെങ്കിൽ ദേഷ്യം വരുന്നു. അങ്ങനെ ഇപ്പൊ അവനാണെങ്കിൽ മെല്ലിനെ തല്ലാൻ തുടങ്ങുവാണ്. ഇതോടുകൂടി നാലാമത്തെ എപ്പിസോഡും തീരുവാണ്. ഈ വെബ് സീരീസിൽ മൊത്തം 8 എപ്പിസോഡ് ഉണ്ട്. അതിൽ 4 നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 4 നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോസുമായിട്ട് എത്രയും വേഗം കാണാം. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.